പൂട്ടിയിട്ടകത്തിരിക്കുക. ഇവൻ കള്ളം തന്നെ. എനിക്കത് തോന്നി. ആ മുഖം കണ്ടല്ലോ, ഇവൻ ജനിച്ചതേ കള്ളനായിട്ടാ. പക്ഷെ വരുത്തനാ. ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അതെന്തുകൊണ്ടാണ് അവന്റെ പുറത്ത് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്? മോഷണത്തിനുള്ള ആയുധങ്ങൾ വല്ലതുമായിരിക്കും. ഇപ്പൊ താഴ് തുറക്കാനും പൂട്ട് പൊളിക്കാനും ഒക്കെ ലേസർ കട്ടർ വരെ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് ഇത്തിരി ബലമുള്ള ആരെങ്കിലും വിളിക്കാം. കള്ളതാണെന്ന് തോന്നുന്നു. കവലെ പോയി 3-4 പേരെ വിളിച്ചിട്ടുണ്ട്. ഭയങ്കര കള്ളനാ. ഭർത്താപ്പകരം മോഷണം. എക്സ്പീരിയൻസ്ഡ് കള്ളനാ. വീരപ്പന്റെ ബ്രദർ. വീരപ്പനല്ല, വാഴപ്പൻ. കണ്ടില്ലേ? ഇതേ എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. അവന്റെയൊക്കെ ഒരു കുളിയും തേവാരും. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. പതുക്കെ വലിയ. എടോ പ്രസിഡന്റ്, ഒന്നവിടെ നിന്നേ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഈ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്ന എന്റെ ഈ ഗേറ്റ് നന്നാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. കുമാരനാരാണോ താൻ അറിയും? ഈ ഗേറ്റ് അല്ലേ? അത് ഞാൻ ശരിയാക്കി തരാം. സില്ലി ബോയ്. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാരന്റെ സ്റ്റാർമിന. ഒക്കെ ദുഷ്ടന്മാരാ. നിനക്കെന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ? എനിക്കോ? അമ്മായി കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ശവങ്ങളായിരുന്നേനെ. ശവങ്ങള് ഈ പറമ്പ് മുഴുവൻ. എന്തടിച്ചിരിക്കുന്നത്? ശരി വന്നിട്ട് ഈ നാട്ടിലുള്ള വേന്ദ്രന്മാര് മുഴുവൻ വന്നല്ലോ. ഒരുത്തനെ കൊണ്ടായോ അവന്റെ മേത്തൊന്ന് തൊടാൻ? ചത്തുപോയെങ്കിലെന്ന് വിചാരിച്ചായിരിക്കും. അയ്യേ, എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ. ഒരു കാറ്റ് വന്നാ മതി. ഒരു ലൈൻമാൻ വിളിച്ച് നന്നാക്കിച്ചുകൂടെ? അതിന് ഇങ്ങോട്ട് വിളിച്ച ആരെങ്കിലും വന്നെങ്കിലല്ലേ. ഈ കുമാരൻ വിളിച്ചാൽ വരും. ഏത് ലൈൻമാനും വരും. അയ്യേ അയ്യേ, മാനൊന്നും വിളിച്ചില്ല മയ്യ.
കുളി ഇവിടെ നിന്ന് മാറ്റുന്നതാണ് ബുദ്ധി. എന്ത് പറ്റിയടാ? നിനക്ക് കൂലി പിടിച്ച? അത് നീ കുളിക്കുന്നില്ലേ? അല്ല, നല്ലൊരു ബാത്റൂം ഇവിടെ ഒഴിഞ്ഞു കിടക്കില്ലേ? ആവശ്യമായിട്ട് കുളിക്കല്ലോ. ഈ ഓപ്പൺ എയറിലെ കുളി ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഓ അത് ശരി. പോര്. എന്താ പേടിയാണല്ലേ? പേടിയാ? ആരെ? ആന്നല്ല, ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇത്തിരി ഡീസന്റ് ആവാന്ന് തീരുമാനിച്ചു. അത് നല്ല കാര്യം. പിന്നെ നീ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തിന്? ആ സുഭദ്രാമ്മ വരുമ്പോ ഹീറോ ആവാന്ന് കരുതി നീ ഇന്നലെ അവിടെ കാണിച്ച പെർഫോമൻസ് ഇല്ലേ, അതാവാ അത്ര പെട്ടെന്ന് മറന്നു വരില്ല. ഒന്ന് പോടാ. ആ നീർക്കോലി വലിക്കുന്ന അവൻ എന്നെ അടുത്തങ്ങ് വിഴുങ്ങി കളയൂ. നില്ല്. നീ ആളുകൾ അങ്ങനെ അങ്ങ് വിലയിരുത്തല്ലേ. ഈ ബ്രൂസിൽ എത്ര ഉണ്ടായിരുന്നു? ഇത്രയും. എന്നിട്ടാണ് നാട്ടുകാരെ കണ്ടപ്പം ബ്രൂസിൽ കിടന്ന് ഓടിയത്. അത് ചിലപ്പോ ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കും. പ്രമേന്ദ്ര, നീ പോയി കുളി, നീരിറങ്ങും. ഞാൻ കുളിച്ചോളാം, പക്ഷെ അവൻ നിന്നെ കുളിപ്പിച്ചെടുത്താ സൂക്ഷിച്ചോ. എങ്ങോട്ടാ? കോളേജിലേക്ക്. ഞാനും വരാം. അയ്യേ, ഈ വേഷത്തിലോ? ഈ വേഷത്തിനെന്താ കുഴപ്പം? ലോകം മുഴുവൻ അംഗീകരിച്ച യൂണിഫോമായത്. എന്തേ, എനിക്ക് ശരിയില്ലേ? നല്ല ചേർച്ച. നോക്കുകുത്തി കുപ്പായ ഇടിച്ച പോലുണ്ട്. അമ്മായി, അമ്മായി, എന്താടാ ഈ പ്രശ്നത്തിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? എന്താ പ്രശ്നം? കുമാരേട്ടൻ ഞങ്ങളുടെ കൂടെ വരുന്നു. അതിനെന്താ? കോളേജിൽ പോയി ഞങ്ങൾക്കറിയാം. കൂട്ടൊന്നും വേണ്ട. ആ, ഇന്ന് മുതൽ ഇങ്ങനെ പോയാ മതി. അതിന് വിഷമമുള്ളവര് കോളേജിൽ പോണോന്നില്ല. നീ ചെല്ല്. അനുഭവിച്ചോ? നിന്റെ മുറച്ചെറുക്കനല്ലേ? മൂന്ന് കണ്ടാ മതി. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. അതെന്തിനാ? പിടിച്ചുപറി, ബലാത്സംഗം, കൊള്ളിവെപ്പ്, ഇതൊക്കെ പിന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യാമല്ലോ. കറക്റ്റ്. നടക്ക്. നടക്കുന്നില്ലേ? ടീച്ചർ വരുന്നു. ഏത് ടീച്ചർ? ഇവിടുത്തെ ടീച്ചർ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ. കണ്ണ് കിട്ടാതിരിക്കാനാണോ ഈ പേക്കോലത്തിനെ കൊണ്ടുനടക്കുന്നത്? അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. എത്രയോ പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്റെ കൂടെ ഓടാൻ വരാൻ. നീ വന്നിട്ടില്ല. ഇന്നെന്താ ആരോഗ്യത്തെ കുറിച്ച് പുതിയൊരു ബോധോദയം? അത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വംശനാശം സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഓ അത് ശരി. നമ്മുടെ കരാട്ടെ വന്നത് പ്രമാണിച്ചു. രമ, നമ്മുടെ കരാട്ടെ നിൽക്കുന്നു. ഒന്ന് പരിചയപ്പെടാനിരിക്കുകയായിരുന്നു. ഞങ്ങളും. അതെ, ഐ ആം പ്രേം. ഐ ആം ശിവൻ. ഐ ആം കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. കൈക്കണ്ട് പറ്റി അതെന്റെ സ്പെഷ്യാലിറ്റിയാ. പിന്നെ ഒരു കാര്യം, ഞാൻ മര്യാദക്കാരൻ. മറിച്ചാണെങ്കിൽ മഹാപേശക. ഓർമ്മയിരിക്കട്ടെ. എന്താ വിശേഷം? പിറന്നാളാ. അത് ശരി. എന്നിട്ട് ഇപ്പോഴാ പറയുന്ന? അയ്യോ, എന്റെ അല്ല, ചേച്ചിയുടെയാ. അപ്പോ നമ്മളൊരു ചെലവ് ചെയ്യണമല്ലോ. അധികം ചെലവ് വരുന്നൊന്നും വേണ്ട. ചെറിയ പ്രസന്റ് എന്തെങ്കിലും മതി. മതി. വാ, പോകാം. ഇവന്മാരെന്റെ കൈ മെനക്കെടുത്ത ലക്ഷണമാ. വരട്ടെ. ചെല്ല്, ഇല്ലെങ്കിൽ അവൻ കൊല്ലും. പറഞ്ഞു കേട്ടില്ലേ? ഇതാണ് കറക്റ്റ് പ്ലേസ്. ഇവിടെ വെച്ച് വേണം പിടിക്കാൻ. ഇവിടെ വെച്ച് അങ്ങനെ കയറി പിടിക്കുന്നത്? നീ വേണേ പിടിച്ചു, ഞാൻ. അയ്യടാ, പിടിക്കും. ബർത്ത്ഡേ പ്രസന്റ് കൊടുത്ത് ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് അതേ പിടിച്ച് കയറാമെന്നാ ഞാൻ പറഞ്ഞത്. ഓ അത് ശരി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് അതല്ല, ഈ ബർത്ത്ഡേ പ്രസന്റേഷന് കൊടുത്താൽ ശരിയാവൂ? ശരിയാകും, അല്ലെങ്കിൽ ശരിയാക്കും. അമ്മേ, ഓടി വന്നേ. എന്താടി? കോഴിയങ്കം കഴിഞ്ഞ് വരുന്ന പോലുണ്ട്. വേണ്ടാത്ത ഓരോ ശീലങ്ങളായിട്ട് വന്നിരിക്കുക. മത്സ്യ മാംസം ഒന്നും ഇതിനകത്ത് പറ്റില്ല. അവന്റെ ഒരു കോഴി എന്തൊരു വാസന!
ഒന്ന് മറിച്ചില്ലടാ, വേഗം പൊരിയട്ടെ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റി ചെന്നാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കുപ്പി കൂടി വാങ്ങിച്ചോദിക്കാന്ന്. ഒരു 2 എണ്ണം നല്ല ചകചകാനം കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട വർക്കിയുടെ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട അടിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. പട്ടയോ? അല്ല അതിപ്പോ ഇവിടെ അതേ കിട്ടൂ, അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞ ഇത് വില്ലേജ് അല്ലയോ, ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻകുട്ടി ദുബായിൽ നിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാര, എടുത്തോണ്ട് വാടാ. എടാ, എന്റെ കട്ടിലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. ഒന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല. ചേട്ടാ, നല്ല അസല് സാധനം. നല്ലതല്ല, ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റൊന്നുമില്ലേ? ഉണ്ടല്ലോ, മതിയോ? തീപ്പെട്ടിയുണ്ട്. എന്തിന്? ലൈറ്റർ പോലെ. ചേട്ടൻ എന്താ ഒരു ശ്വാസം മുട്ടല് പോലെ? ഏയ് ചേട്ടാ, സിഗരറ്റിന്റെ മണം പിടിക്കാഞ്ഞിട്ടാണ്. അതിനെന്താ, അതിനും വഴിയുണ്ട്. നമുക്ക് മണം വരുത്തിക്കളയാം. എങ്ങനുണ്ട്? ആ ബീർക്കോലി, നീ ആ പെട്ടി മുഴുവൻ കാലിയാക്കൂടാ. ഏയ്, ഞാനൊന്നിനും തൊട്ടിട്ടേ ഇല്ല. നീ ആ ഷർട്ട് വെച്ചേ. ഏയ്, ഒന്നുമില്ലെന്നേ. ഷർട്ട് വിടാ. എന്താ ഇങ്ങനെ? നിങ്ങൾ നോക്കിയേ. ഇങ്ങോട്ട് മാറി. ഞാൻ പോവാ. അല്ല, വിടല്ലേ? ആ ഷർട്ടിന് കുനിയൻ. അയ്യോ, എല്ലാം അടിച്ചിട്ടുണ്ട്. ഒരു ഗൾഫ് മുഴുവൻ ഉണ്ടല്ലോടാ. അതെ അതെ, ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നാന്തോ. ഉൾവാനിപ്പെത്തും മടി വിശ്വരുറക്കം. ഡൊണേഷനും ഫീസും കൊടുത്ത് മുടിഞ്ഞു. പ്രോഗ്രസ് റിപ്പോർട്ട് വരട്ടെ, അപ്പ പറയാം. കൊഞ്ഞനം കാണിക്കുന്നു. മഹാലക്ഷ്മി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പുലർച്ചെ കണ്ട സ്വപ്നമായതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. വളർന്നു വലുതായി 16 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഇരട്ട പെൺമക്കൾ സ്വർണ്ണക്കസുള്ള പട്ടുകുപ്പായം അണഞ്ഞ് കൂന്നൂരിലെയും മൂന്നാറിലെയും മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ 2 അപ്സരസുകളെ പോലെ അവർ ഓടിക്കളിക്കുന്നു, പാറിക്കളിക്കുന്നു. കൊള്ളാം. ഇതില്ലേ നിങ്ങള് ഇതപ്പോ ചെയ്യാം. മമ്മി വാൻ വന്നു. ഞാൻ പോവാ, എന്റെ വേണ്ട. ഹായ് ഹായ് കുക്കു. ദേവിക്കു, വഴക്കുണ്ടാക്കരുത്, ഒന്നിച്ചു പോയാ മതി. സൂക്ഷിച്ചു പോണേ. ടാറ്റ കുക്കു. നിങ്ങളെ കറപ്പിക്കാൻ നോക്കും മനുഷ്യ. ആ, ഇനി ഒരുങ്ങിട്ട് എപ്പോഴാ? എന്നും ലേറ്റായി ഞാൻ സ്കൂളിൽ എത്താറുള്ളൂ. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു. ലലലലലലലല, ലലലലലലലലല. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, നടന്നു കളിക്കുന്നു. കീറിപ്പോയ യൗവനത്തെ വാർത്തയ്ക്കും വെള്ളനൂല് കൊണ്ട് ഇടതുന്നി
ഇനി അതിപ്പോ ചായം തേച്ച് കറുപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ? സോറി, ഇന്നലെ ഞാൻ അല്പം ബോറായി പോയി. താനെന്നും ബോറം തന്നെയാണല്ലോ. മദ്യപിച്ചപ്പോ മനസ്സിൽ ചില പ്രതികാരങ്ങൾ നാം പെടുത്തു. ഹലോ, താൻ ഇന്നലെ വിളിച്ചു പോയത് സത്യം തന്നെയാ. ഈ തറവാടുന്ന് നിനക്ക് പെണ്ണ് തരുന്ന കാര്യത്തിന് ശക്തിയായി എതിർത്തത് ഞാൻ തന്നെയാ. വകുപ്പ് നോക്കുമ്പോ നീ അനന്തൻ നായരുടെ അനന്തരവനാ. പക്ഷെ പെണ്ണ് ചോദിക്കുമ്പോ അതിൻ്റെതായ ചില യോഗ്യതകളൊക്കെ വേണ്ടേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ. ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖമില്ല, മനസ്സിലായോ? ഡോ, ഈ ചന്ദ്രോത്ത് തറവാട്ടുകാര് ഈ രാമുണ്ണി മാഷ വില എട്ടിയെടുത്തിരിക്കുന്നത് അറിയോ? അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ആയ കാലത്ത് എന്റെ മുഖ സൗന്ദര്യം നീ കണ്ടിരുന്നോ? കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും. ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ഈ രണ്ട് കവിളിലും ഓരോ നുണക്കുഴി വീതം വിടരുമായിരുന്നു. ഇപ്പൊ ചിരിക്കാതെ തന്നെ വിരിയുമല്ലോ. എടോ, ഇങ്ങോട്ട് നോക്കുക. പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കാം. ഗുരുത്വദോഷം കൊണ്ട് നീ ആശിച്ച പെണ്ണിനെ തന്നെ നിനക്ക് ഭാര്യയായി കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഒരേ വണ്ടിയില് 2 പാസഞ്ചേഴ്സാണ് നമ്മള്. ഇപ്പൊ ഇവിടുത്തെ പൊതുശത്രു പരേതനായ അനന്തൻ നായരല്ല, പിന്നെ ചന്ദ്രോത്ത് അനന്തൻ നായരുടെ സീമന്തപുത്രൻ കുഞ്ഞനന്തൻ. അതേടോ, ഇന്നലെ വീണ്ടും ആ പരട്ടത്തള്ള പറഞ്ഞു കുഞ്ഞനന്തന് ജോലി കിട്ടിയാലേ പാർട്ടിഷൻ നടക്കൂ. എങ്കിൽ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യൂണിറ്റ് ഉണ്ടാവണം. ഗതികെട്ട സാത്താനെ സേവിക്കണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. സേവിക്കാം, സാത്താനെ തന്നെ സേവിക്കാം. വരട്ടെ. വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പനെ കാക്ക കൊത്തി പോയി. മാങ്ങേണ്ടിയല്ല ഒരു കഷണം പോലും ഞാൻ ഒന്ന് കിട്ടത്തില്ല. രൂപവും ഭാവവും നോക്കി ഈ ഇരിപ്പിന്റെ ഒരു അവസ്ഥ ഞാൻ പറയട്ടെ. തൊണ്ടയിൽ വലിയൊരു മുള്ള് വിലങ്ങനെ കുടുങ്ങി, പല്ലിളിച്ച് വാവൊളിച്ച് നിസ്സഹായ ഭാവത്ത് നിൽക്കുന്ന ഒരു പീറ പട്ടിയെ പോലുണ്ട്. എന്നേക്കൊക്കെ ഒരു കാര്യം ചെയ്, ഈ നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കകത്തേക്കിട്ട് ആ തടഞ്ഞു നിൽക്കുന്ന മുള്ളൊന്ന് എടുത്തു തരോ. മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം. ചാവാൻ മെനക്കെട്ട് നടക്കുന്നവനാ. ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതികേട് ഉണ്ടാക്കല്ലേ. അളിയനാന്ന് ഞാൻ നോക്കുന്നില്ല. പോ 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 പോ. അയ്യോ, ഇപ്പോഴങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ, പോട്ടെ കൂട്ടുകാരാ. സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പിടിച്ച് കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിനുള്ള വിഷം നിനക്ക് കിട്ടായിരുന്നു. ഇത് നീർക്കോലി, മറ്റത് ഞാഞ്ഞൂല്. പക്ഷെ രണ്ടിനും വിഷമുണ്ട്. പിന്നെ വൈകിട്ട് അവൾ അമ്പലത്തിൽ വരും. കാലത്ത് ശ്യാമളയെ കണ്ടു. എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടുവരാമെന്ന് അവളെ ഏറ്റിട്ടുണ്ട്. ഇനി സഹതാപം കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ അവളുടെ മനസ്സ് മാറി കിട്ടിയ നിന്റെ ഭാഗ്യം. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ഹലോ ചേട്ടാ. വരുന്നു വരുന്നു. ഒരു പാക്കറ്റ് 555. 555 ഇവിടെ ഇല്ല. അയ്യോ, 555 കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ 5 ഇങ്ങനെ വാങ്ങി വെച്ചൂടോ? ശ്രമിക്കാം. അടച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. മുയലാളി മുയലാളി മുയലാളി, 555 ഈ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല, ബാക്കി താനെടുത്തോ. ഇതിന്റെ ബാക്കി കുടിച്ചോ. 100 രൂപ നീ താ. ഈ 10 രൂപ പിടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ.
പോലീസ് സ്റ്റേഷൻ ചതിച്ചോന്റെ ഈശ്വര. മുതലാളി മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ? രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലയ്ക്കാതെ വണ്ടി കയറിയിടാ. നീ ഒരു ഡ്രൈവറാണ്, ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ? മോഷണോ പിടിച്ചോറിയോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി. ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ. ഡ്രൈവർ പണി മതിയാക്കി താനെന്താ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. താൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന് നിൽപ്പി മുങ്ങുന്ന അഭ്യാസി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴുങ്ങിയാൽ പോരായിരുന്നു ഓമനക്കുട്ട. 4-5 മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്നാ. ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. 5 കൊല്ലോ? 5 years? സർക്കാർ കാര്യമല്ലേ. പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല, സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇടിച്ചു നട്ടല്ലേ നോക്കും. അപ്പോ ഇരിക്കട്ടെ ഇങ്ങനത്തെ ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. ഇവന്റെ സാധനം സമ്മതിക്കില്ലേ? ഒരു മുട്ടത്തലും പ്രതിമ എല്ലായിടത്തും പോകാൻ പറ. അത് ഇവിടെ ഇരിക്കട്ടെ. പിടി. അതെ, അതുകൂടെ എടുത്തോണ്ട് പോ. അല്ല, ആ മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞോ. പൊതുവേ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിലിരിക്കുന്ന കഴിക്കട്ടെ, പിടിക്കല്ലേ? ആ അതിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാ. ആ രഹസ്യം പുറത്ത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മുതലാളി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടാ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ആക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. നീ ബുദ്ധിമാനല്ലേ? അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാൽ അറിയാം. ഉള്ളു വളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പോടെ ഇരിക്കട്ടെ, എനിക്കിപ്പം മനസ്സിലായി. മുതലാളിക്കപ്പം മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണെ സാധനം എടുക്കാൻ എനിക്കൊരു വഴി പറഞ്ഞ. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മനഃപൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ച് അകത്താക്കുന്നു. പിന്നെ സംഗതി എളുപ്പമല്ലേ? മുതലാളി ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി നല്ല ആൾക്കാർ സമയം ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചാർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി ഇറക്കാൻ? ഇയാളെന്തിനാ വഴി ചൂടാവും. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കുറഞ്ഞു, അവരൊന്നിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. കണ്ടാ? അയ്യോ പോവല്ലേ ചേട്ടാ, പ്ലീസ്. വിടോ, പഴക്കൊണ്ടൊക്കെ ആൾക്കാർ കൂടെ ടൈമറോന്റെ അടവാങ്ങിട്ട് അടി തരാം. താൻ പോലീസിന് ഫോൺ ചെയ്യും പ്ലീസ്. ഡയൽ 100. ഞാൻ കാശ് തരാം. അവരെ അറസ്റ്റ് ചെയ്യുന്നു. പ്രാന്തോ? ഒന്ന് പോകാം. പ്രാന്തല്ലടോ, വിവരമില്ലാത്തവൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ഇത് സയ്യാസാവും. താൻ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൂടെ നടു റോഡ് വെച്ച് തന്നെ ഒരുത്ത് അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞേ തരോ? പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ലേ തരില്ല. തരില്ല. പോലടിച്ചോ ഇയാൾക്ക് വട്ടേന്ന് ഭ്രാന്ത്. കാമഭ്രാന്ത്. എടുത്തോണ്ടും കാര്യമില്ല.
An important announcement. Dreaded terrorist Bindran Villa has made a sensational escape from Tihar jail in the early hours of today. Police suspect the hand of some foreign mercenary groups in the getaway. The government has announced a reward of rupees 50 lakhs for the information leading to the capture of the culprit. The identity of the informant will be kept confidential. സ്ഫോടന കേസിലെ മുഖ്യപ്രതിയും അന്താരാഷ്ട്ര കുറ്റവാളിയുമായ ഭീകരൻ ബിന്ദ്രൻ ബില്ല തിഹാർ ജയിലിൽ നിന്നും ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് തടവ് ചാടി. കനത്ത പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിരുന്നിട്ടും ബില്ല തടവ് ചാടിയത് ഉന്നതാധികാരികളിൽ അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ്. ഭീകരൻ ബിന്ദ്രൻ ബില്ലയെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് 50 ലക്ഷം രൂപ ഗവൺമെന്റ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 50 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരൻ ബിന്ദ്രൻ ബില്ല കേരളം തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നതായി പോലീസ് വൃത്തങ്ങൾ സംശയിക്കുന്നു. ഭാരതത്തിന്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികളുടെ സഹായത്തോടെയാണ് ബിന്ദ്രൻ ബില്ല ജയിൽ ചാടിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രസ്താവിച്ചു. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. एक विशेष सूचना खबर मिली है कि खतरनाक आतंकवादी बिंद्रन बिल्ला तिहाड़ जेल से फरार हो गया है. फरार के पीछे किसी अंतरराष्ट्रीय आतंकवादी ग्रुप होने की आशंका है. बिंद्रन बिल्ला को जिंदा या मुर्दा पकड़ने वाले को सरकार ने 50 लाख रुपए का इनाम देने का घोषणा की है. ഗുരുവായൂരപ്പ, പിക്ചർ ട്യൂബ് വീണ്ടും പോയെന്നാ തോന്നണേ. കൊച്ചാപ്പി, ഇവനിത് എവിടെ പോയി കിടക്ക? കൊച്ചാപ്പി, മന്ത്രിയോട് ഇന്ന് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഈ ഇൻസ്പെക്ടർ കൊച്ചാപ്പി ആരാണെന്നോ അയാൾ ഇന്ന് അറിയും. അയ്യോ, എന്റെ യൂണിഫോം എടുത്തിട്ട് ആരാ നിന്നോട് പറഞ്ഞത്? ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കും. എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഡെയിലി ഒരു 5 പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ എന്നെ പറഞ്ഞു വിടരുത് എന്ന് നീ പറയാറില്ലേ? ക്ഷമിക്കണം സാർ, ഇനി മേലാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്നെ പിരിച്ചുവിടരുത്. നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു പോലീസുകാരനാകണമെന്നുള്ളത് കുഞ്ഞുനാളിലെ ഉള്ള ആഗ്രഹമായിരുന്നു സാർ. അത് നടന്നില്ല. ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ടുകാവ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ. അതും സാറിനെ പോലെ തങ്ക സ്വഭാവമുള്ള ഒരു... കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുത്തോണ്ടോ. കട്ടൻ കാപ്പി വേണോ പാൽ കാപ്പി വേണോ സാർ? പാൽ കാപ്പി മതി. ബ്രൂ കാപ്പി വേണോ പൊടി കാപ്പി വേണോ? ബ്രൂ കാപ്പി ആയിക്കോട്ടെ. പാല് വേണോ പാൽപ്പൊടി വേണോ? ഏതാ ഉള്ളത്? ഇത് രണ്ടുമില്ല. കട്ടൻ ചായ തരാം സാർ. വരൂ വരൂ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഇയാളെ മനസ്സിലായോ? ഞാൻ പറയണ്ട പറയണ്ട, മനസ്സിലായിരിക്കുന്നു. പ്രഭാകര ഓർമ്മയല്ലേ? പറഞ്ഞത് ശരിയാ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രഭാകരവർമ്മയല്ല, അദ്ദേഹത്തിന്റെ മകനാ മോഹനവർമ്മ. വലിയേട്ടൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യ. അതെ, വരണം വരണം. നേരത്തെ എത്തിയല്ലോ. നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയാ, ഏത് കാര്യത്തിലും വളരെ നേരത്തെ. ഇരിക്കണ്ട, ഒറ്റ നോട്ടം മതി എനിക്ക് ആളെ മനസ്സിലാക്കാൻ. ജനാർദ്ദന്റെ മോനല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വലിയ മാമേ, എടാ ബാല, നീ അങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മ ഇങ്ങോട്ട് പറയണ്ടായി. അപ്പൊ തന്നെ ഞാൻ ജാതകം എടുത്തുകൊണ്ട് പോകുന്നു. എങ്കി പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവിടെ അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ, എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛാ അമ്മേ, വരും നമുക്ക് ആ കുട്ടിയെ കാണണ്ടേ? പിന്നെ കുട്ടി ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ ജന്മത്തിൽ നടക്കുന്നു കേട്ടോ. കരുനാവ് വിളച്ചൊന്നും പറയാതറ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരിനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരടാ, എന്നിട്ട് മായ നോക്കാം. എന്താ പരമേശ്വര, കൊട്ടാരത്തിനൊന്നും കിട്ടണ്ടായോ? ഏയ്, കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ. കേശവുള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിന്ന് പോകും. എവിടെ വരെയായി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണം കൊതിക്കുക. മൂന്ന് ചായ, രണ്ടെണ്ണം ഇരിക്കുക. ചേട്ടൻ കൊട്ടാരത്തിലാന്ന് തോന്നുന്നു. അതെ,
അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു നാം. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ഇത്ര ആളുകൾ എന്നും ഉണ്ടാവോ? ഏയ്, അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ, എല്ലാം ബന്ധുക്കളാ. പടിയാറ്റാ? അതെന്തിട്ടാ? പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവുക. ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ, അതുപോലെ കിടപ്പറയ്ക്ക് പള്ളിയറ, ഉറങ്ങുന്നതിന് പള്ളി ഉറക്കം. അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. മതി, വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവരൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ 10 ഇരട്ടി ആള് വന്നാലും കൊട്ടാരത്തിലെ സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രി രക്ഷയില്ല. എന്താ? ഏയ്, നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കും പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുഗ്രാമത്തില് യാതെങ്കിലും ഒരു നെത്തോലിയം കെട്ടി ജീവിക്കേണ്ടതല്ലേ? നത്തോലി നിന്റെ അച്ഛൻ. എന്താ? നത്തോലി നിന്റെ തന്ത. എണിച്ചു പോടാ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. ചേട്ടന്റെ കാശ് തന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. വാ. ഈ ഗേറ്റ് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പോ ഇത് വേണോ? എനിക്ക് പേടിയാവണ്ട. അതിനകത്ത് വെച്ച് അങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ. എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. അനക്കൊന്നും കേൾക്കാനില്ല. എല്ലാവരും ഉറങ്ങിക്കാണെന്നാ തോന്നണേ. എല്ലാവരും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്കാ. ഇതാരീ പച്ച പാതിരക്കിരുന്ന് ചണ്ട ഓടണത്? നാശം, ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതിലെ പോവാ. ഓ, ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റെണ്ണം ഉറങ്ങൂല. പണ്ടാറം എപ്പ തീരും? ഇത് തീരണമെങ്കിൽ കോഴി കൂടണം. ഇറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. മായയെ കാണാനില്ലല്ലോ, ശരിക്കും നോക്കടാ. ഞാൻ നോക്കണ്ട, പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവണില്ല. ആ കൂട്ടത്തില് മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ തിരിച്ചറിയാനാ? ഒരു ജാതി മുഖംമൂടിയും കിരീടം. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തില് മായയെ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല. അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? എന്നാ വാ വാ. राजनीतिक नेताओं ने और उनके चमचों ने मिलकर अपने देश की हालत तो एकदम बिगाड़ दिया है। महात्मा गांधी ने कहा है कि उनका गरीबी हटाओ, उनको रोटी कपड़ा और मकान देने का इंतजाम करो। लेकिन आज के नेताओं ने कर क्या रहे हैं? ना उनको अपना कपड़े का फिक्र है, ना उनको अपने रोटी की फिक्र है। हरियाली क्रांति के बारे में बोल रहे हैं, पंचवर्षीय योजनाओं के बारे में बोल रहे हैं। ये लोग कर क्या रहे हैं? खुद के लिए रोटी, खुद के लिए कपड़ा, खुद के लिए मकान। ये കോഫിയല്ലേ മുതലാളി? ഉഗ്രം പ്രസംഗമല്ലായിരുന്നോ? അതിന് നിനക്ക് വല്ലതും മനസ്സിലായോ? വേണ്ട, ഒരുതരം ലോ ക്ലാസ്സുകളോട് സംസാരിക്കും പോലെ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാഞ്ഞിട്ടാണോ പിന്നെ കൈയടിച്ചത്? എന്ത് മനസ്സിലായി? ഹമാരാ ദേശ് മഹാത്മാഗാന്ധി റോട്ടി കപ്പട 5 വർഷ പദ്ധതി ഹരിത വിപ്ലവ് ഹരിബി ഘടാവോ. ഹരീബി കിടാവോ എന്ന് വെച്ചാ എന്തുവാ? എന്ന് വെച്ചാ ഈ ഇംഗ്ലാവ് സിന്ദാബാദ് വിളിക്കുന്ന പോലെ ഒരു സാധനം. ഇംഗുലാബ് സിന്ദാബാദ്. അപ്പൊ നിനക്കെല്ലാം ശരിയായിട്ട് മനസ്സിലായി. ഇതിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കണമല്ലേ. ഞാനേ തൊഴിലാളി വർഗത്തിന്റെ നേതാവാ.
വസാറേ ഇതുപോലുള്ള കണ്ണാട് ഇനി വേറെ ആർക്കും കൊടുക്കല്ലേട്ടോ. എന്റെ രാമേ, സംഭവിച്ചു പോയി, നീ ഒന്നങ്ങ് ക്ഷമിക്കേ. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസാ. ആ രാമു വന്നല്ലോ. ഉണ്ണിമല, നീ ആ രാമുവിനെ ഒന്ന് റോഡ് കടത്തിക്കൊണ്ടുവന്നേ. ഞാനങ്ങ് ചെല്ലുമ്പോഴേക്കും ഒരു നേരം ആവും. ആരാ ഉണ്ണിപാലനാ? അല്ലാതെ നിന്റെ കൈ കയറി പിടിക്കാൻ സ്നേഹമുള്ള വേറെ ആരുണ്ടാ ഇവിടെ? ആ എന്താ രാമുവേ, ഇന്നലെ കണ്ടില്ല. കാവിലൊന്നു പോയി കൃഷ്ണേട്ടാ. മെച്ചമുണ്ടായോ? ഏയ്, കറണ്ട് പോയ കാരണം ആകെ പുലുവാലായിരുന്നേ. രണ്ട് സ്ട്രോങ് ചായ. എടേ, ഒരു 102 ചായ, അതിൽ 100 ക്യാൻസൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ചോ? ജയിച്ചു. ജയിച്ചു, പക്ഷെ അതിനിടയിൽ കുറെ കോളയും കുടിച്ചവന്മാര്. എന്തായാലും സച്ചിൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇന്ത്യക്ക് നല്ല കാലാ. പക്ഷെ ആരിപ്പോ സെഞ്ചുറി അടിച്ചൊന്നും കേൾക്കണല്ലോ. അതെങ്ങനെ അടിക്കുന്നേ? അത് അടിക്കണമെങ്കിലേ ആദ്യം അതിനിടയിലുള്ള അവരെ കോള ഓടി നിർത്തണം. ഇതൊരു ബോൾ അടിക്കും, ഒരു കോള ഓടിക്കും, പിന്നെ ഒരു ബോൾ അടിക്കും, പിന്നെ ഒരു കോള ഓടിക്കും. അത് വല്ല കൊക്കക്കോള കമ്പനിക്കാരുടെ പരസ്യമായിരിക്കണ്ട ഉണ്ണിവാലോ. ഈ കണ്ണു കാണാത്ത ആളെ എങ്ങനെയാ ക്രിക്കറ്റ് കളി കാണുന്നത്? അതാ രാമു, അവന്റെ മനക്കെട്ടിന് നമ്മുടെ കണ്ണുകളെക്കാൾ 100 ഇരട്ടി ശക്തിയാ. ഇവനെ ക്രിക്കറ്റ് കളിയിലെ ലെഫറിയാക്കാൻ വിളിച്ചതല്ലേ? ഞാൻ പറഞ്ഞു പോണ്ടാന്ന്. അല്ലടാ രാമു, നീ പോയി ചായ ഇടാ, വിട്ടുതരം പറയാതെ. പോടാ ഹൈ ക്ലാസ് വിട്ടി. ഇവിടെ അധികം കാലം എന്റെ സേവനം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒയ്യോ, ഒരു ചായ എനിക്ക് കൂടി. ഒരു 101 ചായ കൂടി. അതിൽ 100 ക്യാൻസൽ. കവലയിലെ ആളുകൾ വന്നു തുടങ്ങിയോ? സർക്കസാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വയറ്റത്ത് അടിക്കോ കൃഷ്ണേട്ടാ? നീ ചായ കുടിച്ച് നേരത്തെ പോയി തുടങ്ങി. ഓ, അടിയും തുറന്നു. എന്താടാ? എന്താണെന്നോ? അനിയമ്പാവെ തല്ലിച്ചേച്ചിട്ട് അങ്ങനെ പോന്നോ? തല്ലി കൊല്ലണാവിനെ എന്തിനാണ് ചേട്ടനെ തല്ലുന്നേ? അനിയമ്പാവ കണക്കൊക്കെ നമുക്ക് പിന്നെ തീർക്കാം. കണ്ണപ്പ, ദാസ, അടിച്ച് പുറത്താക്കണവന്മാരെ. പറഞ്ഞത് കേട്ടില്ലേ? പിടിച്ചിറക്കായവന്മാരെ. എടാ മന്ദന്മാരെ, കണ്ണപ്പനും ദാസപ്പനും ഞങ്ങളുടെ ആൾക്കാരാ. എടാ കണ്ണപ്പ, ദാസപ്പ, ഇങ്ങോട്ട് വാടാ മക്കളെ. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ അനിയന്റെയും ചേട്ടന്റെയും കഥ ഇന്നത്തോടെ തീർക്കാം. എന്ത് വൃത്തിയാണോ താനീ പറയുന്നത്? ഞങ്ങൾ എപ്പോഴാണ് തന്റെ ആളുകളായത്? നിങ്ങൾ വിളിച്ചിട്ടല്ലേടാ പട്ടികളെ ഞങ്ങൾ വന്നത്? ഇല്ല, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. കല്ലെറുക്കി കാണിക്കാൻ ഞങ്ങൾ എന്താടാ പെണ്ണി കിണാറാ തെണ്ടി? അയ്യേ, ചളമാക്കും. അപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലേ? ഇല്ല. വിസിൽ വരച്ചിട്ടില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാരെ അടിച്ച് ചുരുട്ടടാ. ഓടി രക്ഷപ്പെടാൻ നോക്കിക്കോ. ചേട്ടാ, കല്യാണം നടക്കുമ്പോഴേ ഒരു വെടിക്കെട്ട് നല്ലതാ. ചേട്ടൻ പോയേ, ചേട്ടൻ പോയേ. നീ തന്നെ മുഹൂർത്തം വാടാ. വെറുതെ തല്ലും പ്രേമേന്ദ്ര സമയം കിട്ടണ മോനെ. എന്താ എന്താ കല്യാണം പൊടി പിടിച്ച് നടക്കട്ടെ. സ്റ്റണ്ട് ഞാൻ നടത്തിക്കോളാം. എവിടെ കണ്ണപ്പൻ, എവിടെ ദാസപ്പൻ? മാറിക്കോ, മാറ്. അവന്മാരെ അടിച്ച് ശരിയാക്കിട്ട് വരാം. പിടിച്ചോട്ടാ, പിടിച്ചോട്ടാ. 1 3 4
രക്ഷിക്കളിയാ വെല്ലളിയാ ആ നടക്കട്ടെ അങ്ങനെ അയ്യോ അയ്യോ നല്ല സാമ്പാർ ഇതിനാണ് ഇപ്പൊ അഴിച്ചു വിട്ടത്. സാമ്പാറൊന്നും ഇല്ലാണ്ട് തിന്നാൻ ഉള്ളടാ സത്യം ഉള്ളടാ. നിനക്ക് നന്നായി ഉരുട്ടി ഉണ്ടാറിയാം. നീയാണാ യഥാർത്ഥ കൊട്ടാരം വീട്. അത് ചുരുട്ട് കേട്ടാ അല്ലാത്തത്. അടിയടാ. അയ്യോ പെങ്ങള് രക്ഷിക്ക് പെങ്ങള്. ഇതെന്ത് പണ്ടാരം. വെല്ലളിയാ, രക്ഷിക്കളിയാ, ഒരു പ്രശ്നമില്ല. കൊട്ടാരം വീടാ, ഞങ്ങളോട് ക്ഷമിക്കണോ? കൊട്ടാരം വീട് ക്ഷമിക്കാൻ അറിയില്ലടാ. എന്നെ പറഞ്ഞു വെച്ച നിങ്ങളെ അപ്പോ നേരം തെറ്റുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങുക. വേണ്ട, നിങ്ങ എങ്ങോട്ടും ഇറങ്ങണ്ട. ഇനി ഇതാ നിങ്ങളുടെ വീട്. ഈ കൊട്ടാരം വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇറക്കി വിട്ടതല്ലേ. ഇപ്പൊ നിങ്ങളുടെ മകൻ അത് തിരിച്ചു പിടിച്ചെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ എന്റെ പണിയും തിരിച്ചു പിടിച്ചു എന്ന് കൂട്ടിക്കോട്ടെ. അങ്ങനെ കൂട്ടാൻ വരട്ടെ. താ ഇന്ന് തന്നെ പൊക്കണം. പ്രേമേന്ദ്ര, ഒരു പുതിയ ഡ്രൈവറെ തപ്പിപ്പിടിച്ചു പാടോ. അല്ല, അപ്പൊ എന്റെ കാര്യവും അനിയൻ ബാബെ ചേട്ടൻ ബാബെ തമ്മിൽ തെളിക്കാൻ ഈ കൊട്ടാരം വീരന്മാര് ജീവിച്ചു നിൽക്കുമ്പോ ആരും നോക്കണ്ട. അല്ലേ പ്രേമേന്ദ്ര? ചുരുക്കടാ. എടാ ചിരിക്കാതെ, സത്യഭാമയുടെ പ്രേമലേഖനം അത് വായിക്കട്ടെ. വായിക്കൂട്ടി കൊണ്ട്. ചേട്ടന്റെ ശരീരം വിറകുകൊള്ളി പോലെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാനതിൽ ഒരു വസന്തം കാണുന്നു. എന്റെ വിറകുകൊള്ളിയിലെ വസന്തമേ, ഐ ലവ് യു. അച്ഛാ കേട്ടില്ലേ? പോരെ പുരുഷു, ഇത്രയാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് നിന്റെ അമ്മയുടെ ബുദ്ധിയാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി നിനക്ക് എന്റെ ബുദ്ധിയാണ്. നമ്മുടെ ബന്ധം തകർക്കാൻ എന്റെ അച്ഛൻ ടൗണിൽ നിന്ന് റൗഡികളെ വരുത്താൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയ്യോ, പുരുഷോത്തമൻ ചേട്ടന് വക വരുത്താനാണ് അച്ഛൻ അവരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പുരുഷോത്തമൻ ചേട്ടൻ ആ റൗഡികളെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത്. ആ കശ്മലന്മാരുടെ ഇടയിൽ നിന്നും എന്നെ രക്ഷിക്കൂലേ പുരുഷോത്തമൻ ചേട്ട എന്ന് സ്വന്തം ഭാമ. അവന്മാരിവിടെ വന്നുകൂടാ. അവരെ നമ്മൾ തടയണം. ഭാമയെ നമുക്ക് രക്ഷിക്കണം. ഓ, അത് ഓർക്കുമ്പോ എന്റെ രോമം എഴുന്നേറ്റ് വരണച്ചാ. രോമം പിഴുതെടുക്കാനോ വേദനിക്കില്ലേ? രോമം പിഴുതെടുക്കാനില്ല, അവന്മാരുടെ തല പിഴുതെടുക്കാൻ. അതിന്റെ മന്ത്രശക്തി ഉപയോഗിച്ചു. പോരാത്തതിന് നമ്മുടെ കയ്യാലുകൾ കൂട്ടിക്കോ. എന്താണ് വണ്ടിക്ക് മുമ്പിൽ ചേർന്നത്? എന്താ ജീവിതം മതിയായോ? അതേടാ, നിന്റെയൊക്കെ ജീവിതം അവസാനിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എടാ പ്രകാശ, ഇറങ്ങിച്ചെന്ന് അവന്റെ തലക്കിട്ട് കൊട്ടുകൊടുത്തിട്ട് വാടാ. ഉള്ളവരാണെങ്കിൽ ഇറങ്ങി വാടാ. മൂത്തകുന്നത്തെ ദുർമന്ത്രവാദി വിക്രമാദിത്യവർമ്മയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പുന്നാര മകൻ പുരുഷോത്തമനാണ് ഈ പറയുന്നത്. മച്ചാനെ, ഇവനെ വാരിത് പറഞ്ഞ മായാവിയാണെന്നാ തോന്നുന്നത്. ആരായാലും എന്താടാ, ഇവരെ ഇന്ന് ശരിപ്പെടുത്തി തരാം. മായാവി ഞാൻ കാണൂടാ.
എനിക്ക് വയ്യേ കല്യാണി, അയ്യോ എനിക്ക് വയ്യേ കല്യാണി, അയ്യോ എനിക്ക് വയ്യും. ഇതെന്താ ദേവലോകാണോ? അല്ലെന്നാ, ഇതാണെന്ന് തോന്നുന്നു ഭൂമിയിലെ സ്വർഗം. ഞാൻ ആലോചിക്കുന്ന അതല്ല, ആ ഗോപസ്ത്രീകളുടെ നടുവിൽ ഞാനൊരു കൃഷ്ണനായിരുന്നെങ്കിൽ. നല്ല ഐഡിയ. പക്ഷേ അന്നന് ചേരുന്നത് ഹനുമാന്റെ വേഷം. മറ്റാണെന്താ കുന്തം വിഴുങ്ങിയ കുമരേശനെ പോലെ നിൽക്കുന്നത്? കുന്തം വിഴുങ്ങി കാണും. എന്റെ ഹൃദയമൊത്ത് പിടച്ചു. ആ തൂണിച്ചാരി നിൽക്കുന്ന സുന്ദരിയുടെ മുഖത്ത് ഒരു ദുഃഖമില്ലേ മച്ചമ്പികളെ? ആ മുഖത്ത് മാത്രമേ ദുഃഖമുള്ളൂ, ബാക്കി എല്ലാം പ്രസന്നമാണ്. നമ്മുടെ പ്രസന്നത പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇത് നമ്മളെ ബുക്ക് ചെയ്ത തിരുമേനിയുടെ വീട്. ആ വാല് ദേ നിൽക്കുന്നു. എന്നാ പിന്നെ വേറെ സ്ഥലം വിടാം. ഇവിടെ നിന്ന് ആ മന്ത്രവാദി നമ്മൾ ആടും പട്ടിയും പൂച്ചയൊക്കെ ആക്കി മാറ്റും. ഓ, ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. എന്റെ മനസ്സിവിടെ കുരുങ്ങിപ്പോയി. എന്റെയും ചെറുതായിട്ട് എന്റെയും. എന്നാ പിന്നെ എന്റെ മനസ്സും കൂടെ കുരുക്കാൻ നോക്കാം. എന്നാ സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ഇത് തിരുമേനി. ഓ, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അന്വേഷിപ്പൻ കണ്ടെത്തും എന്നാണല്ലോ. ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി. ചട്ടമ്പികൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടായോ? അല്ല, കേട്ടില്ല എന്ന് തോന്നുന്നു. ചട്ടമ്പികൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടായോ എന്ന് ചോദിക്കാം. പിന്നെ അച്ഛനെ, നമുക്കിനി കുറെ നാളിവിടെ സുഖമായി താമസിക്കല്ലേ? അതേടാ, നല്ല പ്രകൃതി രമണീയമായ കാലാവസ്ഥ. പിന്നെ വടക്ക് ഭാഗത്തേക്ക് തീരെ പോണ്ട. അതെന്ത് വടക്ക് ഭാഗത്ത് മാത്രം പോണ്ടെന്ന് പറയാൻ കാര്യം? അവിടെ സ്ത്രീകൾ വിശ്രമിക്കുന്ന സ്ഥലമായതുകൊണ്ട്. എടാ ബ്രൂസ്ലി, വടക്ക് ഭാഗത്തേക്ക് പോകുന്ന വഴി പ്രത്യേകം നോക്കി വെച്ചോ. നോക്കി വയ്ക്കാം. പിന്നെ ഈ ചട്ടമ്പികള് രാത്രിയിൽ അധികം ഇറങ്ങി നടക്കണ്ട. അതെന്താ? രാത്രിയിൽ ഇറങ്ങി നടന്നാൽ യക്ഷികളുടെയും സർപ്പങ്ങളുടെയും ഒക്കെ ഉപദ്രവമുള്ള സ്ഥലമാണേ. അപകടമൊന്നും ഉണ്ടാവണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞതാ. ഞങ്ങൾക്ക് അപകടമുണ്ടായാൽ ഇയാൾക്ക് എന്താണോ നഷ്ടം? ഞങ്ങളിവിടെ വന്നതേ സുഖവാസത്തിനായിട്ടല്ല, തിരുമേനിയുടെ മകൾക്ക് പ്രേമലേഖനമായിട്ടവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓഹോ, അതിനുവേണ്ടി എന്തപകടമുണ്ടായാലും അത് തരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളാരാ മനസ്സിലായില്ലല്ലോ?
ഞാൻ സേതുമാധവൻ കാര്യസ്ഥന്റെ മോനാ. ഓഹോ, ആ വാലിന്റെ മോനല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഏതോ തിരുമേനിയായിരിക്കും. നല്ല ആരോഗ്യമുള്ള ശരീരം. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഞങ്ങൾ ഈ ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരണം. ഇടയ്ക്കിടയ്ക്കല്ല, മിക്കവാറും ദിവസവും തരേണ്ടി വരും. എന്തോ അല്ല, ഈ മസാജ് ദിവസവും തരേണ്ടി വരും. നീയൊക്കെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നേരത്തെ നമ്മൾ ഇവനെ കാണുമ്പോ ഇത്രയും പൊക്കമുണ്ടായിരുന്നില്ലോ മച്ചാൻ. അവൻ മായാവിയല്ലേ, അവന് പൊക്കം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. എടാ വിഡ്ഢികളെ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കും മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിൽ ഈ പുരുഷുവിന്റെ തനിനിറം നീയൊക്കെ അറിയും. നീ ഒലത്തും. നിന്നെ കൈയോടെ പിടിച്ച് നിന്റെ തല വെട്ടിയെടുത്ത് ഈ നാട് മുഴുവൻ പ്രദർശിപ്പിച്ചിട്ട് ഞങ്ങളോട് പോകണ തെറ്റ്. അതിനു മുമ്പ് നീയൊക്കെ ചെന്ന് നിന്റെയൊക്കെ തന്തേന്നല്ല ഒന്നുകൂടെ കണ്ടേച്ചും വാ. അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോ വീണ്ടും കാണാൻ പറ്റിയെന്ന് വരില്ല. ഈ ഉണക്കത്തലയും പറ്റി എന്ത് ചെയ്യണ കുറ്റി ചൂര്? എടാ, നിന്റെ ശരീരത്തിലുള്ള മൊത്തം മാംസത്തിന്റെ 10 ഇരട്ടി ഞങ്ങൾ ഒരു ദിവസം തിന്നൂടാ. മാംസം തിന്ന് തടി വളരും, ബുദ്ധി വളരില്ലടാ പട്ടി. ബുദ്ധി അധികം പറഞ്ഞിട്ടാണ് നീ കൊടക്കമ്പി പോലെ ആയിപ്പോയത്. അത് സാരമില്ലടാ നായേ. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാടാ. ഒരു പ്രതിഷ്ഠ. ചട്ടമ്പികളെ, ഈ തറവാട് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ഇവിടെ വരും. എന്നെ തടഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അപ്പ കാണാം. അത് നമുക്ക് കാണാം.